Hi friends, all of you welcome to third standard English class. കൂട്ടുകാരെ എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ യൂണിറ്റ് 1 ബില്ലു ദ ഡോഗ്, ബില്ലു എന്ന നായക്കുട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അറിയാം, എല്ലാവർക്കും ഓരോ പെറ്റ് ആനിമൽസ് ഉണ്ടാവും വീട്ടിൽ, അല്ലെ? നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളുണ്ടാവും. അത് ഒരുപക്ഷെ നായയാകാം, പശുവാകാം, കോഴിയാകാം, ബേർഡ്സ് ആകാം, എന്തും ആകാം, അല്ലേ? ഡു യു പ്ലേ വിത്ത് ദം? നിങ്ങൾ അവരോടൊപ്പം കളിക്കാറുണ്ടോ? കളിക്കാറുണ്ടല്ലേ? കളിക്കും, നമ്മൾ അവരെ വല്ലാതെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? ദേ നീഡ് അവർ ലവ് ആൻഡ് കെയർ, എസ്പെഷ്യലി വെൻ ദേ ബിക്കം ഓൾഡ് ആൻഡ് വീക്ക്. ആ ജീവികൾക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വയ്യാതാകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ സ്നേഹവും കെയറും ഒക്കെ വേണ്ടി വരാറുണ്ടല്ലേ? അങ്ങനെ തന്നെ ഉണ്ടാകാറുള്ളത്. ഓക്കെ, നമുക്ക് ഈ പാഠത്തിൽ അതുപോലെയുള്ള ഒരു ഡോഗിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡോഗ്, ഒരു കർഷകന്റെ വീട്ടിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ബില്ലു എന്നാണ് ആ ഡോഗിന്റെ പേര്. അത് ചെറുപ്പത്തിലൊക്കെ ഉഷാറായിരുന്നു, പക്ഷെ വലുതായി, ഓൾഡായ സമയത്ത് പഴയ പോലെ പെർഫോം ചെയ്യാൻ, അതിൻ്റെ വർക്കൊന്നും അതിനെടുക്കാൻ കഴിയാതായപ്പോൾ അതിനൊഴിവാക്കാൻ അതിൻ്റെ മാസ്റ്റർ, അതിൻ്റെ ബോസ് അതിനൊഴിവാക്കാൻ ശ്രമിക്കുന്ന ഫാമർ അതിനൊഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോറിയാണ് ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന ഈ കഥ. ഓക്കെ, ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന ഈ പാഠഭാഗം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുറെ പഠന നേട്ടങ്ങൾ, ലേണിംഗ് ഔട്ട്കംസ് കിട്ടേണ്ടതുണ്ട്. ആ ലേണിംഗ് ഔട്ട്കംസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് ഈ ലേണിംഗ് ഔട്ട്കംസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിനെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ്. എല്ലാ പാഠത്തിലും ഉണ്ട്. നമ്മൾ 1ാം ക്ലാസ്സിൽ കുറച്ച് ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടായിരുന്നു, 2ൽ കുറച്ചുകൂടി കൂടി, 3ലും 4ലും 5ലും 6ലും ഒക്കെ എത്തുമ്പോൾ അതിനെ കൂടി വരും. മുമ്പ് പഠിച്ചതിന്റെ ബാക്കി തന്നെ ആയിരിക്കും, അതിന്റെ തുടർച്ച തന്നെ ആയിരിക്കും എന്നുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഐഡന്റിഫൈ ദ ബേർഡ്സ്, ആനിമൽസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് അറൌണ്ട് അസ്. സിമ്പിൾ ആണല്ലേ? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയണം. റീഡ് ആൻഡ് കോംപ്രഹെൻഡ് സിമ്പിൾ പിക്ചർ സ്റ്റോറീസ്. ചെറിയ പിക്ചർ സ്റ്റോറീസ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് നമ്മുടെ ഈ പാഠഭാഗം കൊടുക്കുമ്പോൾ കഴിയണം. റീഅറേഞ്ച് ജംബിൾഡ് പിക്ചേഴ്സ് ഇൻ പ്രോപ്പർ സീക്വൻസ്. ക്ലിയർ ആണല്ലേ? ജംബിൾഡ് സീക്വൻസ് കൊടുത്തിട്ട് അത് പ്രോപ്പർ സീക്വൻസിലേക്ക് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയണം. ഓക്കെ, റീഡ്, കോംപ്രഹെൻസ് ആൻഡ് എൻജോയ് ദ പോംസ്. പോംസുകൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യാനും അതുപോലെ സിംഗ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനൊക്കെ കുട്ടികൾക്ക് കഴിയണം. ആഡ് മോർ എക്സ്ചേഞ്ചസ് ടു കൺവെർസേഷൻ സൂട്ടബിൾ ടു ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിന് അനുയോജിച്ച കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് എക്സ്ചേഞ്ച് ചെയ്യാനും കുട്ടികൾക്ക് കഴിയണം. റൈറ്റ് ദ നെയിംസ് ഓഫ് യങ് വൺസ് ഓഫ് ആനിമൽസ്. 2ാം ക്ലാസ്സിൽ നമ്മൾ യെല്ലോ ആയിട്ട് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിലും എന്ത് ചെയ്യണം? നമ്മുടെ യങ് വൺസിനെ പഠിക്കണം. ഓക്കെ, ഐഡന്റിഫൈ ദ നെയിംസ് ഓഫ് ദ ഹോംസ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ്. ആനിമൽസിന്റെ ഡിഫറെന്റ് ഹോംസ് കണ്ടെത്തി മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്ക് കഴിയും. ഐഡന്റിഫൈ ദ യൂസ് ഓഫ് കണ്ടക്റ്റഡ് ഫോംസ് ലൈക്ക് ഡോണ്ട്, വാണ്ട്, ലെറ്റ്സ് എക്സെട്ര. ഈ ഭാഗം പ്രത്യേകം നമ്മുടെ പാഠഭാഗത്ത് വരുന്നുണ്ട്, ഇത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഈ ചുരുക്ക ഫോം, കണ്ടക്റ്റഡ് ഫോംസ് പഠിക്കണം. ഓക്കെ, അണ്ടർടേക്ക് സിമ്പിൾ പ്രൊജക്റ്റ് വർക്ക്. ചെറിയൊരു പ്രൊജക്റ്റ് കൊടുത്താൽ അത് പ്രൊജക്റ്റ് വർക്കായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിപ്പിച്ചു നോക്കണം. കളക്ട് പിക്ചേഴ്സ് ഓഫ് പെറ്റ്സ് ആൻഡ് ക്ലാസിഫൈ ദം ആസ് പെർ ഇൻസ്ട്രക്ഷൻസ്. ഇത്തരത്തിലുള്ള പെറ്റ്സിന് കൊടുത്തിട്ട് അതിനെ വിശദീകരിക്കാനും അതിനെ പറയാനും ഒക്കെ കുട്ടികൾക്ക് കഴിയാം. യൂസ് ദ പ്രപ്പോസിഷൻസ് വിത്ത് ഇൻ ഡിഫറെന്റ് മീനിങ്ഫുൾ കണ്ടക്ട്സ്. ഓക്കെ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിത്ത് ഉപയോഗിച്ചിട്ട് വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ ആ വർക്കൊക്കെ ഇതിൽ വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിയണം. ആഡ് ന്യൂ ഇവന്റ്സ് ടു ദ സ്റ്റോറി. സ്റ്റോറിയിലേക്ക് പുതിയ ഇവന്റ്സുകൾ കൂട്ടിച്ചേർക്കാനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും കഴിയണം. അപ്പൊ ഇത്രയും എല്ലോസുകൾ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന ആ പാഠഭാഗം കുട്ടികൾക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് ആൻ അവർ ഡോഗ് നെയിം ബില്ലു. ഓക്കെ, അത് നമ്മുടെ ഈ ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു എൻട്രി ആക്ടിവിറ്റി, ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു വർക്ക് നമുക്ക് ചെയ്തു നോക്കാം. ആർ യു റെഡി? ഓക്കെ, ലുക്ക് ദിസ് പിക്ചർ. വാട്ട് ഈസ് ദിസ്? ഡു യു ലൈക്ക് ഡ്രോയിങ്? നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ all of you take a fresh page in your notebook. ഇംഗ്ലീഷ് നോട്ട് ബുക്കിൽ
നിങ്ങൾ ഒരു നല്ലൊരു പേജ് എടുക്കുക, നല്ല വൃത്തിയുള്ളൊരു പേജ് എടുക്കുക. ഡിഡ് യു ടേക്ക്? എടുത്തോ? ഓൾ ഓഫ് യു ഡ്രോ എ പിക്ചർ ഓഫ് എ സ്മോൾ ഹൗസ് ഇൻ ദ സെന്റർ ഓഫ് എ പേപ്പർ. പേപ്പറിന്റെ സെന്ററിലായിട്ട് നിങ്ങളിതാ ഇത്തരത്തിലുള്ള സ്മോൾ ഹൗസ് ഒന്ന് വരച്ചാട്ടെ. സാവധാനം വരച്ചാൽ മതി. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് യു ഡ്രോ എ ബിഗ് ട്രീ നിയർ ദ ഹൗസ്. അത് വരച്ചതിന് ശേഷം നിങ്ങൾ ആ ഹൗസിന്റെ അടുത്ത് ഇതാ ഇതുപോലെയുള്ള ഒരു ബിഗ് ട്രീ വരയ്ക്കുക. ദിസ് ഈസ് എ സ്മോൾ ഹൗസ്, ദിസ് ഈസ് എ ബിഗ് ട്രീ. അത് രണ്ടും ഒന്ന് ചെറുതാകണം, ഒന്ന് വലുതാകും കേട്ടോ. ഓക്കെ. ഡിഡ് യു ഡ്രോ? ഓക്കെ. വരച്ചു കഴിഞ്ഞാൽ ദെൻ യു ഡ്രോ എ പോണ്ട് നിയർ ദ ഹൗസ്. ഈ മരത്തിന്റെയും ഈ ഹൗസിന്റെയും അടുത്തായിട്ട് നിങ്ങളൊരു പോണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും കുളം, ഒരു കുളം വരയ്ക്കുക. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് ദെൻ യു ക്യാൻ ഡ്രോ 3 ലോട്ടസ് ഫ്ലവേഴ്സ് ഇൻ ദ പോണ്ട്. നിങ്ങൾക്ക് 3 ലോട്ടസ് ഫ്ലവേഴ്സ് ഈ പോണ്ടിൽ വരക്കാം. ലോട്ടസ് ഓർ ലില്ലി, ലോട്ടസ് ആയാലും കുഴപ്പമില്ല, ലില്ലി ആയാലും കുഴപ്പമില്ല. വാട്ടർ ലില്ലി വരക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ വരക്കാം. ഓക്കെ. ഡിഡ് യു ഫിനിഷ്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദെൻ യു ക്യാൻ ഡ്രോ എനി ബേർഡ് നിയർ ദ പോണ്ട്. ഈ പോണ്ടിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബേർഡിനെ, ഡക്കാകാം, സ്പാരോ ആകാം, എന്താകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബേർഡിനെ വരയ്ക്കുക. ഓക്കെ. ഹാവ് യു ഫിനിഷ്? ഡിഡ് യുവർ പിക്ചർ ലുക്ക് ലൈക്ക് ദിസ്? നിങ്ങൾ വരച്ച പിക്ചർ ഇതുപോലെയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് കളർ കൊടുക്കുക. പോണ്ടിനും ലോട്ടസിനും ട്രീക്കും ഹൗസിനും ഒക്കെ വ്യത്യസ്ത കളർ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കുക. ഓക്കെ. ഇത് നിങ്ങളെ നോട്ട്ബുക്കിൽ അവിടെ നിൽക്കട്ടെ. നമ്മളൊരു എൻട്രി ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് ചെയ്ത ഒരു വർക്കാണ്. ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഈ വർക്ക് ചിത്രം ആദ്യം കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് വരപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ചിത്രം പ്രദർശിപ്പിക്കാവുന്നതാണ്. ആദ്യം നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് കുട്ടികൾക്ക് വരക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനും അത്തരത്തിലുള്ള വർക്ക് സഹായിക്കും. നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാൻ പോവാം കേട്ടോ. ഓക്കെ. ഡു യു സീ ആനിമൽസ് ആൻഡ് ബേർഡ്സ് അറൗണ്ട് അസ്? നിങ്ങളെ ചുറ്റുഭാഗവും ബേർഡ്സിനെയും ആനിമൽസിനും ഒക്കെ കാണാറുണ്ടോ? ഹാവ് യു ഹേർഡ് ദ ക്രൈ ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്? നിങ്ങൾ ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ ക്രൈ കേൾക്കാറുണ്ടോ? ഡു യു ലൈക്ക് ഡോഗ്സ്? നിങ്ങൾക്ക് ഡോഗുകളെ ഇഷ്ടമാണോ? നായകളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു യു കീപ് ദ ഡോഗ്സ് അറ്റ് യുവർ ഹൗസ്? വീട്ടിൽ നിങ്ങൾ നായകളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബേർഡ്സുകളെയൊക്കെ നിങ്ങൾ വളർത്താറുണ്ടോ? ചില വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല, ചില കുട്ടികളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ഓക്കെ. ടുഡേ ഐ വിൽ ടെൽ യു എ സ്റ്റോറി അബൌട്ട് എ ഡോഗ് ബില്ലു ഇൻ ദ ഫാമേഴ്സ് ഹൗസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളോട് ഒരു കർഷകന്റെ വീട്ടിലെ, ഒരു കൃഷിക്കാരന്റെ വീട്ടിലെ ബില്ലു എന്ന് പറയുന്ന ഒരു ഡോഗിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഡു യു വാണ്ട് ടു സീ ദ ബില്ലു? നിങ്ങൾക്ക് ബില്ലുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ. ലെറ്റ്സ് സീ. നൗ ലുക്ക് ദിസ് പിക്ചർ. ദിസ് ഈസ് ഫാമേഴ്സ് ഹൗസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാർമറുടെ വീട്. ഹൂ ആർ ലിവിങ് ഇൻ ദ ഫാമേഴ്സ് ഹൗസ്? ആരെല്ലാമാണ് ആ ഫാമറുടെ വീട്ടിൽ താമസിക്കുന്നത്? ദർ ഇസ് എ ഹെൻ ഇൻ ദ ഫാമേഴ്സ് ഹൗസ്. ദാ ഒരു കോഴി ആ വീട്ടിലുണ്ടല്ലേ. ദർ ആർ സോ മെനി ആനിമൽസ് ഇൻ ദ ഫാമേഴ്സ് ഹൗസ്. കോഴിയെ കൂടാതെ ഇവിടെ വേറെയും ധാരാളം ആനിമൽസുകൾ ഉണ്ട്. എ കാറ്റ്, എ ഗോട്ട്, എ കൗ, അല്ലെ, ഒരുപാട് ജീവികളുണ്ട്. ഇങ്ങനെ ധാരാളം ജീവികൾ ഉള്ള വീടാണ് നമ്മുടെ ഫാമറുടെ ഹൗസ്. സ്വാഭാവികമായിട്ടും ഫാമന്മാരുടെ വീട്ടിൽ, കൃഷിക്കാരുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ജീവികൾ ഉണ്ടാകും അല്ലെ. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷിക്കാര്, കൃഷി ചെയ്യുന്നവര്
ഇത്തരത്തിലുള്ള ആനിമൽസിനെ യൂസ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള ആനിമൽസിനെ വളർത്തുന്നത്. നമ്മുടെ ചില കർഷകരുടെ വീടൊക്കെ പോയി നോക്കിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആനിമൽസിലൊക്കെ കാണാനും കഴിയും. ഇങ്ങനെ ധാരാളം ജീവികൾ ജീവിക്കുന്ന ഈ ഫാമേഴ്സ് ഹൗസ് കാണാൻ നല്ല രസമാണ്. അവിടെ വലിയ ഹാപ്പി ആയിരിക്കും അല്ലേ? എല്ലാ ജീവികളെയും നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ജീവികൾ ഉണ്ടാകുമ്പം അവയെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, നമുക്കും വലിയ ഹാപ്പി ആയിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് ഇവരെ കുറിച്ച് ഒരു സോങ് പാടി നോക്കിയാലോ? ഈ ജീവികളെ കുറിച്ച് സോങ് പാടിയാൽ എങ്ങനെ ഉണ്ടാവും? ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? എന്നാൽ നമുക്ക് ഈ ജീവികൾ, ഈ ഫാമിയുടെ വീട്ടിലുള്ള ജീവികളെ കുറിച്ച് സോങ് പാടാം. നിങ്ങളും എൻ്റെ കൂടെ മനസ്സുകൊണ്ട് പാടണം കേട്ടോ. There is a house, small house, the farmer's house, a dog is in the house. മനസ്സിലായോ? ഇതാ ഇവിടെ ഒരു വീടുണ്ട്. ഇത് ചെറിയ വീടാണ്. ഇത് ഫാമുടെ വീടാണ്. ആ വീട്ടിലൊരു നായയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, there is a house, small house, the farmer's house, a dog is in the house. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ കൗവിനെ കുറിച്ചൊന്ന് പാടി നോക്കിയാലോ? എങ്ങനെ പറയാ? ഇതന്നെ, there is a house, small house, the farmer's house, a cow is in the house. അല്ലേ? എ കൗ ഈസ് ഇൻ ദ ഹൗസ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഡോഗ് ഉണ്ട് എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? കൗ ഉണ്ട് എന്നാണ്. ഇനിയും കുറെ ജീവികൾ നമ്മുടെ മുമ്പിലില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഹെൻ ഉണ്ട്, കാറ്റ് ഉണ്ട്, ഗോട്ട് ഉണ്ട്, ഇവരൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഇവരൊക്കെ ചേർത്തുകൊണ്ട് ഈ പാട്ടൊന്ന് പാടാൻ കഴിയുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. There is a house, small house, the farmer's house, a goat is in the house. അല്ലേ? There is a house, small house, the farmer's house, a cat is in the house. ഇങ്ങനെ നമുക്ക് പാടാമല്ലേ? കൂട്ടുകാരി, ഈ പാട്ട് നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ക്ലാസ്സിൽ നല്ല താളം പിടിച്ച് പാടുക, വീട്ടിലും പാടുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വർക്ക്, നേരത്തെ ഞാൻ ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് ഈ പിക്ചറിലുള്ള ആനിമൽസിനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ രണ്ടാം ക്ലാസ്സിലൊക്കെ ആർമോർ ലൈൻസ് പഠിച്ചിരുന്നു അല്ലേ? അത്തരത്തിലുള്ള വർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ വർക്കും നിങ്ങൾ നാളെ വരുമ്പം പൂർത്തിയാക്കി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ഇതാ ഞാൻ നേരത്തെ പാടിയ സോങ്ങിന്റെ ലൈൻസ് ആണ് കാണുന്നത്, ആർമോർ ലൈൻസ്. ഈ വർക്ക് നമ്മൾ ചെയ്തതായിരിക്കും. There is a house, small house, the farmer's house, a dog is in the house. ഡോഗിനെ കുറിച്ച് പറഞ്ഞു. There is a house, small house, the farmer's house, a cow is in the house. ബാക്കിയുള്ള ഈ ലൈനുകളൊക്കെ നിങ്ങൾ ഈ എന്താ ചെയ്യേണ്ടത്? ഈ പെറ്റ് ആനിമലിന്റെ അല്ലെങ്കിൽ ഈ ആനിമലിന്റെ പേര് മാത്രം മാറ്റിയാൽ മതി. ബാക്കി ലൈൻസൊക്കെ അതുപോലെ തന്നെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ പൂർത്തിയാക്കി ടീച്ചർക്ക് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മൾ ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ എൻട്രി വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന വർക്കുകൾ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബില്ലു ദ ഡോഗ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.